എത്ര കഴിച്ചാലും മതിയാവത്തില്ല ഗുജിയ. വടക്കേ ഇന്ത്യയിൽ ഹോളി ടൈമിലൊക്കെ റെഡിയാക്കുന്ന നല്ലൊരു സ്വീറ്റാണ്. എല്ലാ വീടുകളിലും അവിടെ ഇത് റെഡിയാക്കാറുണ്ട്. ഞാനിവിടെ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 500, 250 നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 5-6 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ബൈൻഡിങ് ആകത്തില്ലേ, അതേപോലെ ആകണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ക്ലോസ് ചെയ്ത് ഒരു മണിക്കൂറത്തേക്കൊന്ന് മാറ്റി സൈഡിലോട്ട് 1-2 മണിക്കൂറത്തേക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് ഒരു 1/2 ലിറ്റർ ആകുമ്പോഴത്തേക്ക് ഞാനിതിൽ 200 ഗ്രാം പനീർ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പനീർ, ഇത് ഞാൻ വീട്ടിൽ റെഡിയാക്കിയ പനീറാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടിരിക്കണം. ഇത് മിക്സാക്കി ഇതേ കൺസിസ്റ്റൻസിയിൽ വരണം. ഇതിന് കോവ എന്നാണ് പറയാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാറില്ല. അപ്പോൾ ഞാനിത് വീട്ടിൽ റെഡിയാക്കിയതാണ്. അപ്പോൾ ഈ സൈഡിലോട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1.5 ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളമില്ലാത്ത തേങ്ങയില്ലാതെ. അതിനുശേഷം ഞാനിവിടെ ഇതൊരു ബൗളിലേക്ക് എല്ലാം കൂടി ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, കുറച്ച് മുന്തിരി, കുറേ തോനയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കല്ലിലിട്ട് മുന്തിരി ചതച്ചില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 സ്പൂൺ നമ്മുടെ ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുത്തു. മിക്സ് ചെയ്തു. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആട്ട നോക്കാം. അപ്പോൾ നമ്മുടെ ആട്ട ഇവിടെ നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാനൊരു ചെറിയ ചെറിയ പീസ് ലോയി ആയിട്ട് നല്ല നാരങ്ങയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊടിയിലോട്ട് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലപോലെ പരത്തി ഒന്ന് സൈഡിലോട്ട് ഒരു 10-15 എണ്ണം പരത്തി ഒന്നിച്ചൊന്ന് സൈഡിലോട്ട് മാറ്റിയിടുക. അതിനുശേഷം ഞാൻ ഇവിടെ ഇതേപോലെ ഒരു അച്ചിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സ്പൂൺ വെച്ചിട്ട് 1 സ്പൂൺ വീതം ഒന്ന് അതിലോട്ട് വെച്ച് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫിംഗർ വെച്ച് വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ട് അതും കൂടി ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ട്, അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഗുജിയ റെഡിയാക്കാറുള്ളത്. ബാക്കി ഗുജിയയും കൂടെ ഞാൻ റെഡിയാക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈകൊണ്ട് റെഡിയാക്കി കാണിച്ചു തരാം. കൈകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് സൈഡ് നല്ലപോലെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊട്ടിയൊന്നും പോകരുത്. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അച്ഛനേക്കാഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ റെഡിയാക്കാൻ നമുക്ക് പറ്റും. ഇതാണ് എളുപ്പം. നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്കി ഗുജിയസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓയിൽ നേരത്തെ തന്നെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായപ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്യണം കേട്ടോ. ഒത്തിരി ചൂട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി ഇവിടെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷമേ നമ്മളിതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. പൊട്ടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഗുജിയയുടെ കളറൊക്കെ കണ്ടോ, നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുജിയ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഗായ്സ്. ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് നല്ല സൗണ്ടാണ്, കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. എൻ്റെ മസാലയൊക്കെ കണ്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലുണ്ടല്ലോ, നിങ്ങൾ പിന്നെ ഇത് കഴിക്കാൻ വേണ്ടി തീർച്ചയായും എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളിത് റെഡിയാക്കും. ഞാൻ കഴിച്ചും കൂടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.